പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ ഡബിൾ ഡിജിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി. നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയാലോ. ഞാൻ പറഞ്ഞു ആ സമയത്ത് ഡബിൾ ഡിജിറ്റ് കിട്ടാൻ ഒരൊറ്റ മാർഗം ഇടൂ, 2 ഡിജിറ്റും 0 അങ്ങനെയാ ഡബിൾ ഡിജിറ്റ് കിട്ടും. ഇവരെ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? ഈ 400 സീറ്റ് പറഞ്ഞ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് നിങ്ങളുടെ സീറ്റുകൾ കൂടാൻ പോകുന്നത്? 2019 അവർ ശക്തമായിരിക്കുന്ന എല്ലാ പ്രദേശത്തിലും അവർ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഹരിയാനയിലെ എല്ലാ സീറ്റ്, ഗുജറാത്തിലെ എല്ലാ സീറ്റ്, രാജസ്ഥാനിലെ എല്ലാ സീറ്റ്, മധ്യപ്രദേശിൽ ഓൾ ബട്ട് 1, ബീഹാറിൽ ഓൾ ബട്ട് 1, ഛത്തീസ്ഗഡിൽ ഓൾ ബട്ട് 2, കർണാടകയിൽ ഓൾ ബട്ട് 1. ഇതെല്ലാം ചെയ്ത ശേഷം ഇനി എവിടെയാണ് സീറ്റ് കൂടാൻ പോകണം? അവർ ചൂണ്ടിക്കാണിക്കട്ടെ. അവർക്ക് ആകെ ചൂണ്ടിക്കാണിക്കാൻ ഉത്തർപ്രദേശാണ്. അവിടെ 64 65 കഴിഞ്ഞ നമ്മൾ കിട്ടി, ഇനി 4-5 കൂടി കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതും കൂടി നമുക്ക് എനിക്ക് തോന്നുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ശക്തമായ ഒരു പ്രതിപക്ഷ അലയൻസ് ഉണ്ട്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിന്റെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അലയൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം പോട്ടെ. പ്രശ്നം ഇതാണ്, ഒരു BJP-ക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ ഒരു പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി ഇല്ല. അത് ഒന്ന്. രണ്ടാമത്തത്, അവരുടെ ഇപ്പൊ ഒരു പാനിക് സിറ്റുവേഷൻ എത്തിയതിന്റെ തെളിവ് എന്താണ്? നമ്മൾ കാണുന്നത്, ഒരിക്കൽ മോശവാക്ക് പറഞ്ഞിട്ട് NDA പുറത്താക്കിയ പാർട്ടികളെ ഇപ്പൊ അവര് പോയി കെഞ്ചി വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. ചന്ദ്രബാബു നായിഡു മോദി സർക്കാരിനെതിരെ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് നടത്തിയ ഒരു പാർട്ടി, അദ്ദേഹത്തെ തെറി വിളിച്ച് ഇയാൾ ടെററിസ്റ്റ് ആണെന്നും കൂടി പറഞ്ഞ ചന്ദ്രബാബു നായിഡുവിനെ അവര് കെഞ്ചി ചെയ്തിട്ട് സമാധാനത്തോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന NDA. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഉറപ്പായി മനസ്സിലാക്കി അവർക്ക് ഭൂരിപക്ഷം കൂടി കിട്ടാൻ സാധ്യതയില്ല ഇത്തവണ ഘടകകക്ഷികളില്ല. ആ 400 പോട്ടെ 300 കൂടി കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഓരോരോ സ്ഥലത്ത് അകാലിദളിനെ പുറത്താക്കി 2 വർഷം കൂടി ആയിട്ടില്ല. അകാലിദളിനെ പോയപ്പോൾ അവര് സൂപ്പെടുന്നു. ഓരോരോ പാർട്ടികൾ, RLD അതുപോലെ തന്നെ രാഷ്ട്രീയ ലോക്ദൾ എന്ന് പറഞ്ഞ അജിത് സിംഗിന്റെയും ചൗധരി ചരൺ സിംഗിന്റെയും കുടുംബത്തിന്റെ പാർട്ടി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവരെ എല്ലാവരെയും ഇത്ര വർഷം ദൂരത്ത് നിർത്തിയ ശേഷം ഇപ്പൊ പോയിട്ട് അവരെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നടന്നു. UP-യിൽ 2 സീറ്റ് അവർക്ക് കൊടുക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോ ഇങ്ങനെ ഭയം നമ്മളെല്ലാവർക്കും കാണിക്കുന്ന ഒരു പാർട്ടിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കുന്ന ഈ നമ്പറുകളൊക്കെ വിശ്വസിക്കുന്നത്? 400 അല്ല, ഞാൻ പറയട്ടെ, BJP-ക്ക് 300 കൂടി കിട്ടാൻ സാധ്യത, 272 കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഞങ്ങളുടെ പ്രചരണം പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന ഓരോരോ സംസ്ഥാനങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നമ്മളെ ജനങ്ങളുടെ പോലെ 2004 കാണിച്ച പോലെ ഒരു സർപ്രൈസ് വിക്ടറി കൊണ്ട്. 2004 എല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ഈ വോട്ട് എണ്ണാൻ കൂടി ആവശ്യമില്ല, വാജ്പേയി വീണ്ടും വരേണ്ടത്, അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്താണ് ആദ്യത്തെ UPA സർക്കാർ വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, 2004 കഴിഞ്ഞിട്ട് 2024 കാത്തിരിക്കുന്നു. കേരളത്തിലുണ്ടോ നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ സത്യം പറയുന്നത് തിരുവനന്തപുരത്തിലാണ് ഇപ്പൊ കുറച്ച് ആഴ്ചകളായിട്ട് ഫോക്കസ് ചെയ്യണത്. എന്റെ അറിവില് രാഹുൽ ഗാന്ധി ഒരു കേരള MP ആയി വരുന്നെന്ന് പറയുന്നത് എല്ലാ കേരള മനസ്സുള്ളവരെ ജനങ്ങളെ അത് സ്വാധീനിക്കും. കാരണം അദ്ദേഹം നമ്മളൊരു പ്രതിനിധിയായിട്ട് ഒരു ദേശീയ നേതാവ് വരുമ്പോൾ അത് നാം എല്ലാവർക്കും ഒരു കുറച്ചൊരു ഗൗരവമുള്ളത് നല്ല കാര്യമാണ്. രാഹുൽ ഗാന്ധി വന്നത്, അപ്പൊ എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ വിഷയത്തിൽ കേരളത്തെ ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹമാണ് അടുത്ത സർക്കാർ നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മളുടെ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കഴിഞ്ഞ അധ്വാനം ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അവിടെ ഇറങ്ങണം. പിന്നെ ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡൽഹി ഉദാഹരണമാണെങ്കിൽ കഴിഞ്ഞ 2 തവണ ഡൽഹിയിൽ ഒരു സീറ്റും കിട്ടിയില്ല. ഈ തവണ ആം ആദ്മി പാർട്ടിയുടെ നല്ല അണ്ടർസ്റ്റാൻഡിങ് 4-3 നമ്മൾ പങ്കെടുക്കാൻ പോകുന്നു. ഒരേ സമയത്ത് സത്യമാണ് പഞ്ചാബിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല ഒരേ പാർട്ടിയുടെ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്നത് കേരളത്തിൽ നമ്മളും LDF-ഉം ഒരിക്കലും ഒരുമിച്ച് മത്സരിക്കില്ല. പക്ഷെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എന്താ കാണുന്നത്? CPI, CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, DMK എല്ലാവരും ഒരുമിച്ചാണ്, ഒരു തർക്കമില്ല. അപ്പൊ ഈ ഇന്ത്യ മുന്നണിയുടെ ഗുണം ഓരോരോ സംസ്ഥാനം സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ടോളൂ, എനിക്ക് വലിയ ഭയമില്ല. നിങ്ങളെ ഞെട്ടിപ്പിക്കാനുള്ള ചില നമ്പേഴ്സ് വരാൻ പോവുകയാണ്. ഇന്ന് നമുക്കറിയാമല്ലോ എപ്പോഴായിരിക്കും വോട്ടിങ്ങും എപ്പോഴായിരിക്കും എണ്ണലൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സംസാരിക്കും.